ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്നത്തെയും പോലെ തന്നെ പൈൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. പൈൽ നമ്പർ 1. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. ഓക്കെ, ഇവിടെ ഹാങ്ഡ് മാൻ ആൻഡ് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം ക്യൂൻ ഓഫ് കപ്സിൽ വന്നിട്ട് ഫോക്കസിൻ്റെ എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതായത് ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇന്ന് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, 6 ഓഫ് കപ്സിൽ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ലെറ്റ് ഗോ ചെയ്ത് പോയ എനർജി ആയിരിക്കാം, ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആ ഒരു സെറ്റ് ബാക്ക്സ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് അതിൻ്റെ പാഠം, അതിൻ്റെ വിസ്ഡം, അല്ലെങ്കിൽ ആ ഇമോഷൻസ് എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഡിസയർസ് എന്താണോ, ആഗ്രഹങ്ങൾ എന്താണോ, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട്, അത് നേടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു പാസ്റ്റ് എനർജീസ് പിന്നെയും നിങ്ങളെ ട്രബിൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഗോൾസിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതിൽ നിന്ന് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അത് ഇന്നത്തെ ദിവസം കെയർഫുള്ളാകുക. നിങ്ങൾ ഹീലിംഗ് ചൂസ് ചെയ്യുക. എത്രയൊക്കെ പാസ്റ്റിലെ കാര്യങ്ങൾ സർഫസ് ലെവലിൽ വന്നാലും നിങ്ങളതിനെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ട് അത് പാസ്റ്റ് എനർജീസാണ്. ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പവർ മാത്രമേ ഉള്ളൂ. നമ്മളാണത് ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെ അത് റെഗുലേറ്റ് ചെയ്യണം, എങ്ങനെ അത് ബാലൻസ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങളോട് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ബാക്കിൽ മൂണിൻ്റെ എനർജി, അതുപോലെ തന്നെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി, അതായത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഡെസ്റ്റിനി ഉണ്ട്, ഒരു സോൾ പർപ്പസ് ഉണ്ട്. അതിനെ കൂടുതലായിട്ട് നിങ്ങൾ ബിലീവ് ചെയ്യുന്നതായിട്ട്, നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് കപ്സിൽ വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക്, എഗെയിൻ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങളുടെ വിഷസിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, അതിന് പകരം എങ്ങനെ എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ കുറച്ചും കൂടെ എൻ്റെ ലൈഫിൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി ആഡ് ചെയ്യാം, അതിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ 3 ഓഫ് കപ്സിൽ ഒത്തിരി ഹാപ്പി എനർജി, ഒത്തിരി സെലിബ്രേഷൻ, ഫണ്ണിൻ്റെ എനർജിയാണ് കാണുന്നത്. ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട്, താങ്ക്ഫുൾ ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഞാൻ ബ്ലെസ്ഡ് ആണ്, പല സംഭവങ്ങളും എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നെല്ലാം എന്നെ ഈശ്വരൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം നിങ്ങളെ ഒരു ന്യൂ അവേക്കനിങ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹാർട്ട് ചക്ര കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട്, ആ ഒരു സോഫ്റ്റ് സൈഡ് നിങ്ങൾ കുറച്ചുകൂടെ നർച്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത, ഒരു റൂട്ട് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ആയിരിക്കാം. നൈറ്റ് ടൈം കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പരിവർത്തനം, ഒത്തിരി ചേഞ്ചസ്, ഓക്കെ, ആ ഒരു പോസിറ്റീവ് എനർജി ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട്, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ
വൺ സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പൈൽ നമ്പർ 2യുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്? താങ്ക് യു. താങ്ക് യു. ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന, വിഷമിപ്പിക്കുന്ന പല എനർജീസും, ആ ഒരു നെഗറ്റീവ് എനർജീസിൽ നിന്നെല്ലാം മുന്നോട്ട് പോകാനായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് അവൈലബിൾ ആണ്. പക്ഷെ അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ചും കൂടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു സ്റ്റോം, ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ മറികടക്കാനായിട്ട് കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്, കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചാരിറ്റിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ എനർജീസ് ബാലൻസ്ഡ് അല്ലാത്തത് കൊണ്ടിട്ട്, നിങ്ങളുടെ ഇൻ ആൻഡ് യാങ് എനർജി, അതായത് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി ബാലൻസ് അല്ലാത്തത് കൊണ്ടിട്ട് ചില പ്രോബ്ലംസ് ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി സിമ്പതി, ഒത്തിരി അക്സെപ്റ്റൻസിൻ്റെ എനർജിയിലോട്ട് വരാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എനർജി അവൈലബിൾ ആണ്. അതായത് സിമ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരായിട്ട് അല്ലെങ്കിൽ മദർ എർത്ത്, ഓക്കെ, എൻവയറമെൻറ്റ്, അവരോടെല്ലാം ഒത്തിരി സിമ്പതി. ഓക്കെ, അവരെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നിന്ന് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് വന്നിട്ട് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക, എല്ലാവരെയും സ്വീകരിക്കുക, ലൈഫ് എങ്ങനെയാണോ അതുപോലെ മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കാനായിട്ടുള്ള ആ ഒരു എനർജി. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങൾ, ഇവൻറ്റ്സ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ്. കുറച്ചും കൂടെ സിമ്പതി കാണിക്കാനായിട്ട്, കുറച്ചും കൂടെ ആ ഒരു അക്സെപ്റ്റൻസ് കൊടുക്കാനായിട്ടുള്ള പല എനർജീസും നിങ്ങളുടെ മുന്നിൽ, പല രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ആര് ജയിക്കും ആര് തോൽക്കും, ആ ഒരു ഈഗോ എനർജി അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മുടെ കോമൺ ഗോൾ എന്താണ്, എല്ലാവരുമായിട്ട് ചേർന്നിട്ട് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ഓക്കെ, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി. എഗെയിൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഓവറായിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുക, ഓവർ റെസ്പോൺസിബിൾ ആകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഒത്തിരി ടയേർഡായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു ദിവസം വന്നിട്ട്. എഗെയിൻ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നെഗറ്റീവായിട്ടുള്ള പല സന്ദർഭങ്ങളും നിങ്ങളെ ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നേരിടാം, അല്ലെങ്കിൽ ആ ഒരു എനർജി എത്രത്തോളം, എത്ര സമയം നിങ്ങളുടെ ഉള്ളിൽ നിൽക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, കാരണം പല ചിന്തകളും പല ഇമോഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് നാച്ചുറലി നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഹീൽ ചെയ്യാത്ത കൊണ്ടിട്ട് ആ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ആ ഒരു എനർജീസ് കടന്നു വരുമ്പോൾ എത്ര സമയം നമ്മളതിനെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, എത്ര സമയം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ആ ഒരു ഓവർ തിങ്കിങ് എനർജി, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുക, ആ ഒരു എനർജിയിൽ എത്ര സമയം നിങ്ങൾ നിൽക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, നിങ്ങളതിന് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത്, മുന്നോട്ട് വരണ സമയത്ത് അതിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ആ ഒരു എക്സസൈസ് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഹാരഫൻറ്റ്, അതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കാണുന്നുണ്ട്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇന്ന് സൈൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിഗ്നേച്ചർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങളെന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു വാല്യൂ, മൂല്യം, അതെല്ലാം നിങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കി തരാനായിട്ടുള്ള എനർജി എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഹെയറഫൻറ്റിൽ വന്നിട്ട് ഒരു ഗുരുവിൻ്റെ എനർജി, മെൻറ്ററിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹീലിംഗ് വർക്ക് ത്രൂ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ്സ് ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.